അല്ലാ റബ്ബി, ഇതെന്താണ് വാർത്ത കേൾക്കുന്നത്? പാകിസ്ഥാന് വേണ്ടി ചാരപ്പണിയെടുത്ത രാജസ്ഥാൻ സ്വദേശി അറസ്റ്റിൽ. എന്നാലും ഇത് ആരായിരിക്കും? മുസ്ലിമാ? നോക്കട്ടെ. മംഗത് സിംഗ് എന്ന ആളാണ് പിടിയിലായത്. പടച്ച റബ്ബേ, മുസ്ലിമീങ്ങൾക്ക് കിട്ടേണ്ട ജിഹാദി പട്ടം നഷ്ടപ്പെട്ടു പോയി. ഇനെന്ത് ചെയ്യാം? ചിലപ്പോൾ ഇത് പത്രക്കാർക്ക് വിവരക്കേട് കൊണ്ട് അവർ പ്രിന്റ് അടിച്ച് വിട്ടതായിരിക്കും. എന്നാൽ പത്രക്കാർക്കൊന്ന് വിളിച്ചു നോക്കാം. ഹലോ, ഇത് ഞാനാണ് സംസാരിക്കുന്നത്. ഇതാ പത്ര പ്രിന്റ് അടിച്ച് വിൽക്കുന്ന ശാഖയല്ലേ? അതെ. നിങ്ങൾ എന്തിപ്പോ ഒരു പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കുന്ന സമയത്തൊന്നും ശ്രദ്ധിക്കണ്ടേ? ആ പാകിസ്ഥാനിക്ക് വേണ്ടി ചാരപ്പണി എടുത്ത അതെ രാജസ്ഥാൻ സ്വദേശി അറസ്റ്റിലായല്ലേ? അത് മുസ്ലിം അല്ല വേണ്ടേ? അബൂബക്കർ സിംഗ് എന്നല്ല വേണ്ടിയത്. അല്ലാന്ന് അബൂബക്കർ സിംഗ് എന്നാ വേണ്ടിയത്. നിങ്ങൾ മംഗത് സിംഗ് ആണ് ഇട്ടത് അവിടെ. അതെയോ? മംഗത് സിംഗ് ശരിക്കും? അല്ലാ റബ്ബി, മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ട ഈ ജിഹാദി പട്ടം നഷ്ടപ്പെട്ടോ? നിങ്ങളൊരു പത്രകാരണം കൊണ്ട് ഞങ്ങളെ മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ട ജിഹാദി പട്ടം നഷ്ടപ്പെട്ടല്ലോ. എന്നെന്ത് ചെയ്യാ? ശരിക്കല്ലേ? മംഗത് സിംഗ് ആണല്ലോ, ശരിക്കല്ലേ? എന്നാ ഞാൻ പോസ്റ്റ് ഷെയർ ചെയ്യട്ടെ. അത് കാണുമ്പോൾ വലിയ തലപ്പാവൊക്കെ കെട്ടിയിട്ട് നല്ലൊരു ഉസ്താദിന്റെ ലുക്ക് കാണുന്നുണ്ടല്ലോപ്പാ. നല്ല താടിയെല്ലാം വെച്ചിട്ട് എവിടെ ഒരു പള്ളിയിൽ ഹത്തീവായിട്ട് ലുക്ക് കാണുന്നുണ്ട്. ശരിക്കല്ലേ? മംഗത് സിംഗ് അല്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യാ? അറസ്റ്റ് ചെയ്യോ? അദ്ദേഹം മാനസിക അസ്വസ്ഥ രോഗനാണ് വരുവന്നല്ലേ? ഇപ്പൊ മെഡിക്കൽ ടെസ്റ്റിന് കൊണ്ടുപോയിട്ടുണ്ടോ? നാളത്തെ പത്രത്തില് മാനസിക രോഗി എന്ന് വരും അല്ലേ? എന്നാ ശരി, ഞാൻ വെക്കട്ടെ. താങ്ക്സ്. അറിഞ്ഞില്ലേ? ഇതെങ്ങാലും ഒരു മുസ്ലിമായ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഈ സംഘികളുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പാകിസ്ഥാനിന് വേണ്ടി ചാരപ്പണിയെടുത്ത രാജസ്ഥാനിയായ ഒരു മനുഷ്യന് പിടിയിലായി. മംഗത് സിംഗ് എന്ന് പറയുന്ന ആള്. ഇത് മുസ്ലിം ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഏതായിരുന്നാലും കാത്തു നിൽക്കാം. അദ്ദേഹം ഒരു മാനസിക അസ്വസ്ഥ രോഗിയെന്ന് വരും. ഓക്കെ.